ആ ദൂരെ നോക്കിയ തളച്ച വെള്ളം ഉയർന്നു പൊങ്ങുന്നു. എന്റെ പൊന്നോ, ഏതോ അഗ്നിപർവ്വതമൊക്കെ പൊട്ടുന്ന പോലെയാണ് ആ തളച്ച വെള്ളം ആ പ്രഷറിൽ അങ്ങ് പൊന്തുകണ്ടാ. എന്റെ മോനെ, നമ്മുടെ കൈയുടെ ആ ഭാഗത്തോട്ട് ഇറങ്ങി നിന്നിട്ട് ഒരു സംഭവം ഉണ്ട്. പുള്ളിയുടെ കയ്യിൽ ഒരു ചരട് ഇരിക്കുന്നുണ്ടോ? ഈ ചരട് എന്ന് പറഞ്ഞാൽ അതിന്റെ അറ്റത്ത് ചോളമാണ്. ആ ചോളം ഒരു 15 മിനിറ്റ് അതിനകത്ത് മുക്കിയിട്ട് അത് വെന്ത് കിട്ടും. പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാല, ഇവിടത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല നീലാകാശവും കുറെ മേഘങ്ങളും പച്ചപ്പും കുന്നുകളും മലകളും കുറെ ആടുകളും പശുക്കളും. ഇതാണ് വീട്. ആ കാണുന്ന വീട് കണ്ട ഒരു സംഭവം ഉണ്ടേ, കാണിച്ചു തരാം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ന്യൂസിലാൻഡിലാണ്. ന്യൂസിലാൻഡിൽ റൊട്രോവ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇപ്പം നമ്മൾ കാണാൻ വന്നിരിക്കുന്ന വീട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള വീടായിരിക്കും. കാരണം ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ, ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആ ഒരു സിനിമ. ആ സിനിമയിൽ ജോസൂട്ടി അതിനകത്ത് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ന്യൂസിലാൻഡിൽ വന്ന് താമസിക്കുന്ന വീടില്ലേ, ആ വീടാണ് ഈ കാണുന്നത്. കണ്ട, ലൈഫ് ഓഫ് ജോസൂട്ടി ഷൂട്ട് ചെയ്ത സ്ഥലം ആ വീടാണ്. അതിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഗസ്റ്റ് ഉണ്ട്. ഇത് ആക്ച്വലി എയർബിഎൻബിയിൽ നമുക്ക് ബുക്ക് ചെയ്തിട്ട് ഇവിടെ താമസിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. കൊള്ളാട്ടാ. ഇത് റൊട്രോവ ലേക്കിൻ്റെ മുമ്പിലാണ്. വേറെ വ്യൂ ഉണ്ടല്ലേ, നമുക്ക് ഇതിലേ പോവാം. വാ, എൻ്റെ ഒപ്പം ഉള്ള ആളെ പരിചയപ്പെടുത്തട്ടെ. ഇങ്ങോട്ട് വാ. അപ്പം വാ ഉണ്ട് വാ. ഇത് ഷെലിൻ, നാട്ടിൽ എടപ്പള്ളി കൊച്ചിയിലാണ് വീട്. 10 വർഷമായിട്ട് ഇവിടെയാണ്. വേറെ പ്രത്യേകത ഉണ്ട്, ഇങ്ങനെ ഇന്ത്യക്കാരനല്ല. ഇയാൾ ഇന്ത്യക്കാരനല്ല, പുള്ളി ന്യൂസിലാൻഡ് സിറ്റിസനാണ്. അപ്പോൾ കിവിയാ, കിവി എന്നാണ് പറയണത്. പുള്ളി നൈസായിട്ട് കിവിയനായല്ലേ. അപ്പോൾ ആ വീടാണ് ഈ കാണുന്നത്. ആ വീടിൻ്റെ സൈഡിൽ കൂടി നമ്മൾ ഇങ്ങോട്ട് വന്നു. അവിടെയാണല്ലേ ആ പാർട്ടി നടക്കണം. അമ്പോ, ഇവിടെ അടിപൊളി വ്യൂ ആണല്ലോ. അതൊരു ഫാമിലിയുടെ മാത്രം ഐലൻഡോ? അമ്പോ, നമുക്ക് പോകാൻ പറ്റോ? പെർമിഷൻ എടുത്ത് കൊണ്ടുവരും അല്ലേ? ഇപ്പൊ വഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതെടുത്ത് പോരാനൊക്കെ പറ്റും. ആ കയാക്കിങ് എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പോകണം. ആണോ? ആ ശരി, സമയമില്ല, അല്ലെങ്കിൽ നോക്കായിരുന്നു. ഈ സ്ഥലമൊക്കെ നോക്കി എന്ത് ഭംഗിയാണ്. ഇത് കണ്ടാ, നല്ല തെളിനീര് വെള്ളോട്ടാ. അതിനകത്ത് 2-3 പേര് ഫാമിലി ആയിട്ട് കയാക്കിങ് ചെയ്യുന്നു. ഇതാണ് റൊട്രോവ ലേക്ക്. ഈ ലേക്ക് എനിക്ക് തോന്നുന്നു ഇതാണെന്നുണ്ടാ മറ്റേ ഉൽക്ക വന്ന് വീണിട്ടുണ്ടായ ലേക്കാണത്. ആക്ച്വലി മനസ്സിലായ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണ്ടെങ്ങാനുമാണ്, ഇപ്പോഴൊന്നുമില്ല. ഉൽക്ക വന്ന് വീണിട്ടുണ്ടായ ആ ഒരു ഭാഗമാണ് ആക്ച്വലി ഇതിൻ്റെ ഈ കാണുന്ന ഭാഗം. അപ്പോൾ അവിടെയാണ് ഈ വെള്ളം നിറഞ്ഞ് കിടക്കണം. കണ്ടാ, ദിലീപേട്ടൻ്റെ ബെഡ്റൂമൊക്കെയാണ് ആ നേരെ കാണുന്നത്. കണ്ട, അടിപൊളി. വിദേശ രാജ്യത്ത് പഠിക്കാനായിട്ട് പോകണമെങ്കിൽ നമുക്ക് OET IELTS പോലെയുള്ള ഇംഗ്ലീഷ് ഫ്ലുവൻസി ടെസ്റ്റുകൾ ഇല്ലെങ്കിൽ സാധിക്കില്ല. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച OET IELTS CBT PET പോലെയുള്ള ഇംഗ്ലീഷ് ഫ്ലുവൻസി ടെസ്റ്റുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ടിജൂസ് അക്കാദമി എന്ന് പറയുന്നത്. നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിക്കാം. ഈ ഓൺലൈൻ ആയിട്ടുള്ള പഠിക്കാനായിട്ട് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ക്ലാസ്സുകൾ തരുന്ന, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ടിജൂസ് അക്കാദമിയാണ്. നമുക്ക് ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ പഠിക്കാനുള്ള സൗകര്യമുണ്ട്, ഹോസ്റ്റൽ സൗകര്യമുണ്ട്. അപ്പോൾ ഇതിന് 4 മൊഡ്യൂളുകളാണല്ലോ പ്രധാനമായിട്ട്: റൈറ്റിംഗ്, ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് വല്ല വീക്ക് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഏറ്റവും മികച്ച നമ്മുടെ നാട്ടിലെ OET അതുപോലെ IELTS ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ടിജൂസ് അക്കാദമി എന്ന് പറയുന്നത്. ഞാൻ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് പഠിക്കാനായിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. ഈ പറന്നു പോകണം എന്താണെന്നറിയാമോ? അത് താറാവാണ്. നമ്മുടെ നാട്ടിൽ താറാവ് പറക്കില്ല, പക്ഷേ ഇവിടെ പറക്കും. കണ്ടാ, ഇത് തൊട്ടടുത്ത് തന്നെയാണെങ്കിൽ കുറച്ചുകൂടി കാണിച്ചു തരായിരുന്നു. അത് പോണത് താറാവാ. ഇവിടെ കിടപ്പുണ്ട്, അതേ കിടക്കണം. ഇത് കണ്ടോ, ഇത് താറാവാണ് കിടക്കണേ കേട്ടാ. താറാവ് പറക്കൂടെ, അടിപൊളിയായിട്ട്. ഇത് ആക്ച്വലി ഇപ്പോൾ സമയം രാവിലെ 10 മണിയാണ്. പക്ഷേ നല്ല വെയിലുണ്ടല്ലേ. ഇവിടുത്തെ വെയിൽ കൊണ്ടാ പ്രശ്നമാണെന്നൊക്കെ പറയണ്ടല്ലോ. ഓസോൺ പാളി ഇല്ലാത്തതുകൊണ്ടല്ലേ? ഓസോൺ പാളിക്ക് ഇത്തിരി കുറവുണ്ട്, തുള വീണ് കിടപ്പുണ്ടെന്ന് പറയുന്നത്.
അപ്പൊ ഇവിടെ സ്കിൻ ക്യാൻസർ കൂടുതലാന്ന് പറയുന്നത് അല്ലേ? സമ്മർ ആയി കഴിഞ്ഞാൽ എല്ലാവരും സൺസ്ക്രീൻ ഇട്ടിട്ട് 50 SPF ആ 50 അത് വേണം അല്ലേ? അതും അല്ലെങ്കിൽ 30 കിട്ടിട്ടാണ് ആൾക്കാർ ഇവിടുത്തെ ആൾക്കാർ. നമ്മളൊക്കെ ഗ്യാരണ്ടി ഇവർക്ക് വൈറ്റ്സിനൊക്കെ ആണെങ്കിൽ ഈ ഇവരുടെ ബോഡിയിൽ വന്ന സ്കിൻ പെയിൻ അതല്ലേ സ്പോട്സ് എൻ്റെ അമ്മിന്റെ അടിഭാഗം ഫുള്ള് കാണാം. അത്രയും ക്ലാരിറ്റി ഉള്ള വെള്ളം അല്ലേ? എന്ത് രസം. മുകളിൽ കിടക്കണ അതൊക്കെ ഈ മരച്ചിന്ന് വീണിട്ട് വന്നാൽ അല്ലെങ്കിൽ ക്ലിയർ വെള്ളം അടിയിൽ ഫുള്ള് ക്ലീൻ ആയിട്ട്. മീനെ കാണാനില്ല. മീനുണ്ടെങ്കിൽ കാണാം. തണലത്തോട്ട് കയറി തണലത്തായിരിക്കും അല്ലേ? വലിയ മീൻ വലുത് ഇവിടെ ആരെങ്കിലും ചൂണ്ടിട്ട് പിടിക്കാറുണ്ട്? ഇവിടെ പിടിക്കാറുണ്ട്. ഇവിടെ പക്ഷേ ലൈസൻസ് വേണം, ഫിഷിംഗ് ലൈസൻസ്. അങ്ങനെയാണല്ലേ? അടിപൊളി. നമുക്ക് ലൈസൻസ് ഹെവി മീനൊക്കെ ഉണ്ട്. ദേ പോണ് കണ്ട. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട്? അവിടെ നിന്നൊരു ഫോട്ടോ എടുത്താൽ എങ്ങനെ ഉണ്ടാവും? വേറെ കാര്യമുണ്ട്, ആശാ ഫോട്ടോഗ്രാഫർ കൂടി കേട്ടാ. അതുകൊണ്ടല്ല അടിപൊളി ഫോട്ടോ കിട്ടി. എൻ്റെ ഹൊബീസ് സ്ഥലം. അത് ഈ ക്ലൗഡ് കണ്ടോ? ഈ ക്ലൗഡൊക്കെ എന്ത് രസമാണല്ലേ? തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇന്ന്, അതുകൊണ്ട് കൊള്ളാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് തീർക്കാണ്. പിന്നെ നേരത്തെ കുറേ താറാവില്ല, അത് സാധാ താറാവല്ല, കാട്ടു താറാവാണ്. കാട്ടു താറാവ്, വൈൽഡ് ഡക്ക്. അങ്ങനെ പിടിക്കാനും പാടില്ലേ? അതെ ശരി. അപ്പോൾ ജ്യൂസ് കൂട്ടി ഷൂട്ട് ചെയ്ത വീട്ടിൽ നിന്ന് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ കണ്ട ഈ വണ്ടിയിൽ ഇതുപോലെ ബോട്ടൊക്കെ വലിച്ചുകൊണ്ട് പോയത് കണ്ട. അവിടെ ഇതൊക്കെ ഇവിടെ നോർമൽ കേസാണല്ലോ. പുറകിൽ ബോട്ട്, അതുപോലെ മറ്റേ സ്റ്റേ ചെയ്യാനുള്ള എന്താ പറയുക കാരവൻ്റെ കുറച്ച് സാധനങ്ങൾ ഇതുപോലെ വണ്ടിയിൽ വലിച്ചുകൊണ്ട് പോരും. അപ്പോൾ അതൊന്നും ഇവിടെ വലിയ പ്രശ്നമില്ല, അതൊക്കെ ഇവിടെ കോമൺ ആയിട്ടുള്ള സംഭവമാണ്. ഇത് മറ്റേ സ്കേറ്റല്ല, സർഫ് ചെയ്യുന്ന ബോർഡ്. ഇവിടുത്തെ വീടുകൾക്കേ മതിലൊന്നും ഉണ്ടാവില്ല കണ്ട. എന്താണോ മതിൽ കെട്ടണ പരിപാടിയില്ല. ചില സ്ഥലത്ത് വേലി കെട്ടിയതാണ്. അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളും കണ്ട് റൊട്രോവ ലേക്കും കണ്ട് നമ്മൾ ഇന്ന് വെല്ലിംഗ്ടണിന് പോകും. നമ്മുടെ മലയാളി ഫാമിലിയോട് ടാറ്റയൊക്കെ പറഞ്ഞു. ഇവരിവിടെ 10 വർഷത്തോളമായിട്ട് താമസിക്കാൻ കേട്ടോ. അപ്പോൾ ഇവരാണ് നമുക്ക് ആക്ച്വലി സ്റ്റേ കിട്ടാനായിട്ട് കാര്യം. കാരണം ഇവിടെ സീസൺ ആയതുകൊണ്ട്, പിന്നെ സീസൺ എന്ന് പറയുമ്പോൾ വീക്കെൻഡാണ്. സ്റ്റേ ഒരു രക്ഷയില്ല, ഒരു സ്ഥലത്തും ഇല്ലായിരുന്നു. അവസാനം നമുക്ക് ഇവരുടെ വീട്ടിലാണ് നമ്മൾ താമസിക്കാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും അവരോടൊക്കെ താങ്ക് യു പറഞ്ഞ് നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങാണ്. താങ്ക് യു. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം. ഇനി വരുമ്പോൾ കാണാം. നാട്ടിലോട്ട് എപ്പോഴാണ്? നാട്ടിലോട്ട് പോകണ്ട? അടുത്തില്ല, പോയി വന്നുള്ളന്നല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവരും ടാറ്റ പറയാം. പോവാ. ബൈ. ഇവിടെ റേറ്റ് കുറവുണ്ടല്ലേ പെട്രോള്? ഓക്കെ, അടിച്ചിട്ടോ. യെസ്, ഫുള്ളാണ് ഓൾമോസ്റ്റ്. നേരത്തെ അടിച്ചിട്ട് ഒരു 3.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യുമ്പോൾ ബുൾസ് കിട്ടും. അവിടെയാണ് പിന്നെ ചീപ്പ്. വെല്ലിംഗ്ടണിൽ എത്തണതിന് മുമ്പ് ബുൾസിൽ നിന്ന് അടിച്ചു. ബുൾസ് എന്ന് പറഞ്ഞ സ്ഥലം കിട്ടും. കാണാൻ പറ്റും, ഒരു ടൗണാണ്. അവിടെ ഒരു കാളനെ കാണാൻ പറ്റും. ബുൾസിൽ നിന്ന് എത്തിയിട്ട് അടിച്ചിട്ട് പോയിരുന്നു. നമ്മൾ വന്നിരിക്കുന്ന സീസൺ അത്യാവശ്യം നല്ല സീസൺ ആയതുകൊണ്ട് ഈ പച്ചപ്പ് നിറഞ്ഞ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇന്ന് നല്ല വെയിലൊക്കെ ഉള്ള ദിവസമുണ്ട്. ഈ മേഘങ്ങളുടെ ഇടയിൽ കൂടി ഇങ്ങനെ കാണുമ്പോൾ എന്ത് ഭംഗിയല്ലേ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പിന്നെ നേരെ നോക്കുമ്പോൾ ഉണ്ടല്ലോ അതേ പുകയൊക്കെ വരുന്നുണ്ട്. നമ്മൾ ആ പുക കാണാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടില്ലേ, റോട്ടറിലെ മറ്റേ ജിയോ തെർമൽ ആക്ടിവിറ്റി ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഒരു ഏരിയ കാണാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നേക്കണം. അതും കണ്ട് നമുക്ക് പോവാം. ഇവിടെ എൻട്രി ടിക്കറ്റ് എഴുതിയ കണ്ട, നമുക്ക് ടിക്കറ്റ് എടുത്ത് വേണം പോകാനായിട്ട്. ഇതാണ് സംഭവം. ഇവിടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന പച്ചപ്പ് കാണുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഇന്നലെ കണ്ട പോലത്തെ മറ്റേ തെർമൽ ആക്ടിവിറ്റിയൊക്കെ ഉള്ള, അതായത് ജിയോ തെർമൽ ആക്ടിവിറ്റി ഉള്ള സ്ഥലമൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് പോകാം. ടിക്കറ്റ് എടുത്തിട്ട് സ്വന്തമായിട്ട് പോകാം. അതിന് ഏകദേശം $35 ഒരാൾക്ക്. പക്ഷേ ഈ സൈഡിലോട്ട് പോകണമെങ്കിൽ, അതായത് റെഡ് വരച്ചേക്കണ്ട, ഇവിടെ നമ്മൾ ഗൈഡഡ് ടൂർ മാത്രമേ ഉള്ളൂ. 1 മണിക്കൂറിൻ്റെ ഗൈഡഡ് ടൂറാണ്. അതിനകത്ത് മാവൂറി വില്ലേജും വരും. പിന്നെ സൾഫർ ആക്ടിവിറ്റി ഒക്കെ കാണാം. അതായത് സൾഫർ ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ റേറ്റ് $45 കേട്ടോ. കുറച്ച് റേറ്റ് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് W എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും പക്ഷെ വായിക്കുമ്പോൾ ഫാ അല്ലടോ, ഫാ എന്നാ പറയുള്ളൂ. ഒന്നും മനസ്സിലാവില്ല. അതൊക്കെയാണ് സംഭവം. അതാണ്. അപ്പോൾ ഇത് തെർമൽ വില്ലേജാണ്. അവിടെയാണ് നമ്മൾ പോകുന്നത്. വേറൊരു കിഡിലെ സംഭവമുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, ഇത് മാവൂറി ലാംഗ്വേജാണ്. അതായത് ഈ കാണുന്നത് ഒറ്റ വേടാ, മനസ്സിലായോ? അതായത് നമ്മളിപ്പോൾ തെർമൽ എന്ന് പറയുന്ന ഒറ്റ വാക്കല്ലേ, അതേപോലെ മാവൂറി ലാംഗ്വേജിൽ ഉള്ള ഒറ്റ വാക്കാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഏറ്റവും വലുതാണ്. അല്ല, ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ്.
അത് ഇവര് ചുരുക്കി വിളിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു പാർട്ട് എടുത്തിട്ട് ചുരുക്കി വിളിക്കും. ഇപ്പൊ ഈ വൈഹിവോ എന്ന് പറയുന്നത് ഒരു ചുരുക്കിയ വാക്കാണ് അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ചീഫിന്റെ പേരാണ് വഹിയോ. മെയിൻ ഒരു ചീഫായിരുന്നു വഹിയോ എന്ന് പറയുന്നത്. ഫഖരി വാരിവ. അതെ, ഫക്കരി വരിക്ക് വായൊന്നും പറ്റില്ല. അതാണ് സംഭവം. അത് ഈ കാണുന്നതാണ് ഇവിടുത്തെ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള അവരുടെ വേർഡ്. എന്താ ഇതിന്റെ മീനിങ്? എന്താ എഴുതിയേക്കണേ? ഇതിന്റെ മീനിങ്ങോ? ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വായിച്ചു പറയാം. ദ അപ്രൈസിംഗ് ഓഫ് വാർ പാർട്ടീസ് ഓഫ് വഹിയോ. നിങ്ങൾ ഊഹിച്ചോ? ഓക്കെ, അപ്പൊ നമ്മളിത് ആക്ച്വലി വലിയതാണെന്ന് വിചാരിച്ചിട്ട്, അതായത് ഏറ്റവും വലിയ നീളമുള്ള വേടെന്തോ എഴുതി വെച്ചെങ്ങനെ വിചാരിച്ചാണ്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഗൈഡിനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് ഷോർട്ടസ്റ്റ് ആണ്. അത് ശരി. പിന്നെ ഇവിടെ ഒരു സ്മാരകമുണ്ട്, മേരി സോഫിയ ഗ്രേ. അതാരത്? പുള്ളിക്കാരി ഇവിടുത്തെ ഒരു ആദ്യ കാലത്തുണ്ടായിരുന്ന ഒരു ഗൈഡാണ് ഈ പുള്ളിക്കാരി. ഈ പുള്ളിക്കാരി വേറൊരു വില്ലേജിൽ നിന്ന് കുടിയേറി പാർത്തെന്ന് പറയാം വേണമെങ്കിൽ. കാരണം ഇവിടെ ഇതിൻ്റെ അടുത്തൊരു വേറൊരു വില്ലേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പണ്ട് വോൾക്കാനിക് ഇറപ്ഷൻ കാരണം അത് പൊട്ടി അവിടുത്തെ വീടുകളെല്ലാം തകർന്നു പോയ സമയത്ത് ഇവിടുത്തെ ചീഫ്, അതായത് വാഹിയോ എന്ന് പറയുന്ന ചീഫ്, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഇവിടെ താമസിപ്പിക്കാൻ അനുവദിച്ചു. അങ്ങനെ വന്ന ഒരാളാണ് മേരി സോഫിയ ഗ്രേ. 1832 ജനിച്ചിട്ട് 1911 മരിച്ചുപോയ ആളാണ് മേരി സോഫിയ ഗ്രേ. ഫസ്റ്റ് ഗൈഡാണ്. ആ സമയത്തും ആദിമ സമയത്ത് പോലും ഇവിടെ ആൾക്കാർ ടൂറിസ്റ്റുകളുടെ ആയിട്ട് വന്നു വരുന്നുണ്ടായിരുന്നു. ഓ അതല്ലേ, 100 കൊല്ലം കഴിഞ്ഞു. അതാണ് പുള്ളിക്കാരി ഇവിടുത്തെ ഫസ്റ്റ് ടൂറിസ്റ്റായി. ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ച പുള്ളിക്കാരിയുടെ ഗ്രേറ്റ് 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 ഗ്രാൻഡ് മദറാണ് പുള്ളിക്കാരി. അപ്പോൾ നമ്മൾ ഗൈഡ് ടൂർ സ്റ്റാർട്ട് ചെയ്തു. ഇത് കണ്ടാ ഇവിടെ എഴുതിയിരിക്കുന്നത് ആക്ച്വലി മാവോറി ലാംഗ്വേജാണ്. ഒന്നും മനസ്സിലാവില്ല. ഇംഗ്ലീഷ് അക്ഷരമാണ് ലിബി, പക്ഷേ ലാംഗ്വേജ് മാവോറിയാണ്. മാവോരിക്കാരുടെ സ്ഥലമാണല്ലോ. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങൾ കണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒരു 1 hour ചുറ്റിക്കറങ്ങി വരും. നല്ല വെയിലായതുകൊണ്ട് ഞാൻ നൈസായിട്ട് തൊപ്പി എടുത്ത് വെച്ചു, കണ്ണട വെച്ചു. ഇത് കുറേ വർഷങ്ങളായിട്ട് ആൾക്കാർ ചോദിക്കുകയാണ് ഇതൊന്നും മാറ്റാറായില്ലേന്ന്. ഞാൻ എല്ലാ വീഡിയോയിലും എല്ലാ സ്ഥലത്തും പോകുമ്പോൾ ഈ തൊപ്പി വെക്കും, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ നേപ്പാളിൽ നിന്ന് മേടിച്ച എവറസ്റ്റ് കാണാൻ പോയപ്പോൾ കാഠ്മണ്ഡുവിൽ നിന്ന് മേടിച്ച തൊപ്പിയാണ്. പക്ഷെ ഇതേപോലത്തെ ഒരു കിടിലൻ സാധനം എനിക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് വേറെ മേടിക്കാത്തത്. എന്നാലും മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, പുക. ഇവിടെ നല്ല ചീഞ്ഞ മണമുണ്ടേ. എൻ്റെ പൊന്നു, ഇത് സൾഫറാ പറഞ്ഞ, അതാണ് ആ മണം, ചീഞ്ഞ മണം ഉണ്ടാ. പക്ഷെ എൻ്റെ പൊന്നു, പണ്ടേ ഇവിടെ നമ്മുടെ ഗൈഡ് പറയുന്നുണ്ട് പണ്ട് കുട്ടികൾ മോശമാണെങ്കിൽ ഈ പുഴയിൽ എറിഞ്ഞവര് ഈ ചൂടുവെള്ളത്തിൽ എറിഞ്ഞിട്ട് കളയൂന്ന്. നല്ല കുട്ടികളാണെങ്കിൽ ഗോൾഡ് കോയിൻസ് അവര് അതിലേക്ക്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അങ്ങനെയൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അപ്പം വേറൊരു പുള്ളിക്കാരി പറയാണ് ക്രെഡിറ്റ് കാർഡൊന്നും ഇല്ല ഞാൻ വന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ വേലി കെട്ടി തിരിച്ചിട്ടുണ്ടേ. അവിടെ എല്ലാം ഇങ്ങനത്തെ തെർമൽ ജിയോ തെർമൽ ആക്ടിവിറ്റി. ഭൂമിക്കടിയിൽ നിന്ന് തിളച്ച വെള്ളവും നീരാവിയും പുകയൊക്കെ വരുന്നുണ്ട്. ചീഞ്ഞ മണം സ്വാഭാവികമായിട്ടും ഉണ്ട്. അത് സൾഫറിൻ്റെ ഇത് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു മണം തന്നെ, ചീഞ്ഞ മുട്ടയുടെ മണോ. ഈ ഒരു ഏരിയനെ മറൈന്നാണ് കേട്ടോ പറയുന്നത്. ഇത് ഈ മാവോറികളുടെ ഒരു പ്രധാന ലൊക്കേഷനാണ്. അതായത് ഇതിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടോ, നല്ല രസമല്ലേ കാണാൻ കേട്ടോ. നല്ല അടിപൊളി ഒരു ഹൗസാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇവരുടെ കമ്മ്യൂണിറ്റിയുടെ പ്രധാന പരിപാടികളൊക്കെ നടത്തുന്ന ഒരു സ്ഥലം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പെൺകൊച്ചിന് 21 വയസ്സായപ്പോൾ ടാറ്റു അടിച്ചു കൊടുത്തു. അപ്പോൾ അതാണ് ലേറ്റസ്റ്റ് നടന്നൊരു പ്രോഗ്രാം എന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. അതായത് മാവോറികളുടെ ഒരു പ്രോഗ്രാമൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണിത്. നിങ്ങൾ ഈ കാണുന്ന കുഴലൊക്കെ കണ്ട, ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പുക വരുന്നുണ്ട്. അടിയിൽ നിന്ന് ഇങ്ങനെ വെച്ചു കൊടുത്തേക്കാണ്. ഇതിൻ്റെ അടിയിൽ ഫുള്ള് ഇങ്ങനെയാണ്. ഈ പ്രദേശം ഫുള്ള് ഈ പുക വരുന്ന പരിപാടിയാണ്. ഇത് കണ്ട, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇത്തിരി മണം അത്ര ഇല്ല. എനിക്ക് ജലദോഷം പിടിച്ചുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. ഇതണ്ട, നമ്മളിപ്പോൾ ആക്ച്വലി നടക്കുന്നത് ഈ മാവോറികളുടെ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടിയാണ്. ഇവിടെ നോ എൻട്രി എന്ന് എഴുതിയിട്ടുണ്ട്, ഗൈഡ് ടൂർ ഓൺലി. നമ്മൾ ഗൈഡ് ടൂറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വരാം. ഇതൊക്കെ കണ്ട, ഇതൊക്കെ സൾഫറാണ്. ഇവിടെ ഒരു മഞ്ഞച്ചിരിക്കുന്ന നോക്കി ഈ ഭാഗമൊക്കെ സൾഫർ കണ്ടൻ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണം. നമ്മുടെ ഗൈഡ് ആ പുകയിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. നോക്കട്ടെ എന്താണെന്ന്. ഒയ്യോ, ഇത് ചൂടുവെള്ളമാണ് കണ്ടോ, നല്ല കളറ് വെള്ളം, നീല കളറ് വെള്ളം, ചൂടുവെള്ളം ഉണ്ട് പിന്നെ ഭൂമിക്കടിയിൽ നിന്ന് കണ്ടോ. നമ്മുടെ ഗൈഡ് ആ ഭാഗത്തോട്ട് ഇറങ്ങി നിന്നിട്ട് ഒരു സംഭവം ഉണ്ട്. പുള്ളിയുടെ കയ്യിൽ ഒരു ചരട് ഇരിക്കുന്നുണ്ടോ. ഈ ചരട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറ്റത്ത് ചോളമാണ്. ആ ചോളം ഒരു 15 മിനിറ്റ് അതിനകത്ത് മുക്കിയിട്ട് അത് വെന്ത് കിട്ടും. ചോളം മാത്രമല്ല, എനിക്ക് വേണമെങ്കിൽ പല സംഭവങ്ങൾ വേണമെങ്കിൽ മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കായിരിക്കും. അപ്പോൾ അടിപൊളി ഒരു പരിപാടിയാണ്. കൊള്ളാം. നമുക്ക് ഈ നാച്ചുറലായിട്ടുള്ള ഹോട്ട് വാട്ടറിൽ നിന്ന് പുഴുങ്ങി തന്ന ചോളം നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് തരും കേട്ടോ.
ആ ഒരു വെള്ളത്തിൽ പുഴുങ്ങിയെടുത്ത് മിനിറ്റ് പുഴുങ്ങിയതാ. ഉണ്ട്. അതിനകത്ത് പുഴുങ്ങിയ ചോളോട്ടോ. എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കാൻ പറ്റുമെന്നുള്ളേ. എല്ലാ സാധനം പുഴുങ്ങുന്നത് ഇതിൻ്റെ അകത്താണ്. അത് ഇതിൻ്റെ അകത്ത് 90 ഡിഗ്രി സെൽഷ്യസ് ആണ്, 90 to 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ. സോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സാധനങ്ങൾ എന്താണ് ഇടുന്നത് അതിൻ്റെ ടൈം കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യും. അതാണ് കോൺ ഒരു 15 മിനിറ്റ് മതി ഒരു കുക്ക് ചെയ്യാന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ അല്ലെങ്കിൽ എന്താണ് കുക്ക് ചെയ്യണ അതിൻ്റെ ടൈമിംഗ് അനുസരിച്ച് അല്ല വേവുന്നതിൻ്റെ ടൈം അനുസരിച്ച് ഈ സമയം മാറ്റും. സാധനം എടുക്കുന്നത് അതായത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് ഇവർ പുഴുങ്ങുന്നത്. ഓക്കെ. ഞാൻ ആലോചിക്കായിരുന്നേ ഇവർക്ക് ഗ്യാസും വേണ്ട ഒന്നും വേണ്ട, സുഖമായിട്ട് ഭക്ഷണം കുക്ക് ചെയ്യാനുള്ള സൗകര്യം പ്രകൃതിയായിട്ട് കൊടുത്തേക്കണ്. കൊള്ളാലേ പരിപാടി. ഈ ഭാഗത്തൊക്കെ ഫുള്ളും മഞ്ഞച്ചിരിക്കുന്നുണ്ട്. എനിക്ക് പറഞ്ഞാൽ സൾഫറിൻ്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ടായിരിക്കും. പിന്നെ അവിടെയൊക്കെ നോക്കിയാൽ നിറച്ച് ചൂടുവെള്ളവും പോകുകയൊക്കെ ഇങ്ങനെ വന്നിട്ട് അവിടെ ഒരു വൈറ്റ് കളറായിട്ട് നിൽപ്പുണ്ടേ. അതിൻ്റെ എന്തോ ഒരു സംഭവങ്ങളൊക്കെ തോന്നുന്നു. പിന്നെ വേറെ കാര്യമുള്ളത് ഇവിടെ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട് കേട്ടോ. അതായത് മാവോറികളായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന വില്ലേജാണ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഈ വെള്ളം ഇത് കണ്ട ഇതിൽ കൂടി ഇങ്ങനെ ഒഴുകി ഇതിലേ ഇങ്ങനെ പോകാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഇതിലിങ്ങനെ ഒഴുകിയിട്ട് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാമോ? ഇതൊരു സ്വിമ്മിംഗ് പൂളാണ് ആക്ച്വലി. ഇവിടെ വേണമെങ്കിൽ കുളിക്കാം. നല്ല ചൂടുവെള്ളമാണ്. വേണമെങ്കിൽ തൊട്ട് വെക്കാം. ചൂടുണ്ട് ഉണ്ടോ? അടിപൊളി. പക്ഷെ അതിൽ കൂടി ഒരു നദി ഒഴുകുന്നുണ്ട്. അത് തണുത്ത വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളം പോയിട്ട് നേരെ ചേരുന്നത് ആ നദിയിലോട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ഇവരിങ്ങനെ ഒരു ടൂറിസം പർപ്പസായിട്ട് ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു പ്രദേശം മുഴുവനും. ഈ വീടൊക്കെ കണ്ടോ? അവിടെയൊക്കെ ആൾക്കാർ ഓൾറെഡി താമസിക്കുന്നതാണ് ഇവിടുത്തെ ആളുകൾ. നൈസാണ് കേട്ടോ. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇവിടെ കണ്ടോ എൻ്റെ പൊന്നു. നല്ല ചീഞ്ഞ മണ്ണുണ്ട് ചെറുതായിട്ട്. പക്ഷെ വലിയ സീനില്ലാത്ത മണ്ണുണ്ടോ? കുഴപ്പമില്ല. ചെറിയൊരു ചീഞ്ഞ മണ്ണുണ്ടെന്നുള്ളൂ. അയ്യോ ഇതും കൂടെ അടിച്ച് പൊള്ളണ്. എൻ്റെ ഗ്ലാസ്സൊക്കെ ആവി പിടിച്ച്. നല്ല അടിപൊളി വെള്ളമുണ്ട്. നല്ല ക്ലാരിറ്റി ഉള്ള വെള്ളമാണ്. നീല കളറൊക്കെ കാണാം. പക്ഷെ നല്ല ചൂടാണ്. 90 ഡിഗ്രി ചൂടുണ്ടെന്ന് നേരത്തെ ചേട്ടൻ പറഞ്ഞില്ലേ? ആൾക്കാരെ കാണാൻ പറ്റുന്ന അതെ 90 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് നേരത്തെ കണ്ടതാണ്. ഇത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 120 ഡിഗ്രി സെൽഷ്യസിലുള്ള അത്രയും ടെമ്പറേച്ചറുള്ള വെള്ളം തിളച്ചുകൊണ്ടിരിക്കണല്ലേ. അതിന്റെ അടിയിൽ നോക്കുവാണെങ്കിൽ 2-3 പൈപ്പുകളുണ്ട്. അതായത് ഇവിടുത്തെ ഒരു വീട്ടുകാർ ഈ പൈപ്പിൽ നിന്ന് ആ വെള്ളം എടുക്കാൻ നോക്കി. പക്ഷെ അത് അൺസക്സസ്ഫുൾ ആയി. അതിനുശേഷം ആരും ട്രൈ ചെയ്തിട്ടില്ല. പൈപ്പ് എങ്ങനെ വന്നു? ആ പൈപ്പ് ഇട്ടിട്ട് ആ വെള്ളം അവരുടെ വീട്ടിലേക്ക് അങ്ങനെ എടുക്കാം. പൈപ്പൊക്കെ ഉരുകി പോയിട്ടുണ്ടോ? പൈപ്പ് എന്ന് പറഞ്ഞാൽ മെറ്റൽ പൈപ്പ് പോലും പറ്റിയില്ല. അത് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. പക്ഷെ അത് ആ ഒരു എടുക്കുന്ന പ്രോസസ് അൺസക്സസ്ഫുൾ ആയിരുന്നു. ശരിയായി. അതിൻ്റെ അകത്ത് ഓൾറെഡി നമുക്ക് 2-3 മെറ്റൽ പൈപ്പുകൾ കാണാൻ പറ്റും. അത് ഇവരിട്ടതാണല്ലേ? അവർ ആ ഒരു വീട്ടിലേക്ക് ഈ വെള്ളം ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്. ചൂടുവെള്ളം ഡയറക്റ്റ് വീട്ടിലോട്ട് കിട്ടും. ഹീറ്ററും വേണ്ട ഒന്നും വേണ്ട. അടിപൊളി. ഇതൊക്കെ ഇവരുടെ വീടുകളാണ്. ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന വീടുകളാണ്. ദേ ഇവിടെ വന്നപ്പോ കാണുന്ന കാഴ്ച കണ്ടോ? അത് ദൂരെ നോക്കിയ തളച്ച വെള്ളം ഉയർന്നു പൊങ്ങുന്നു. എന്റെ പൊന്നോ, ഏതോ അഗ്നിപർവ്വതമൊക്കെ പൊട്ടുന്ന പോലെയാണ് ആ തളച്ച വെള്ളം ആ പ്രഷറിൽ അങ്ങ് പൊന്ത് കണ്ടോ. എന്റെ മോനെ, ഇത് ABC എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഈ A എന്ന് പറയുന്നത് ഇടതുഭാഗത്തുള്ളതാണ്. അത് 30 മീറ്റർ വരെ ഹൈറ്റിൽ ഇത് പൊങ്ങും. ഇതിന് കൃത്യമായിട്ട് സമയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് ഇത് നല്ല ഹൈറ്റിലൊക്കെ പൊങ്ങും. പിന്നെ B എന്ന് പറയുന്നത് 15 മീറ്റർ വരെ ഉയരത്തിലാണ് അത് പൊങ്ങുന്നത്. എൻ്റെ മോനെ, ഇത് അടിപൊളി പരിപാടി. ശരിക്കും നമ്മൾ കാണുന്നത് എന്തോ അഗ്നിപർവ്വതമാണെന്നൊക്കെ തോന്നും. അതേപോലെ ഭൂമിക്ക് അടിയിൽ നിന്ന് തിളച്ചിട്ട് അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രഷർ കാരണം ഉയർന്ന് പൊങ്ങാണ് തിളച്ച വെള്ളം. പക്ഷെ എൻ്റെ അമ്മ അടിപൊളി കാഴ്ച. ഇവിടെ ഒരു കാത്തലിക് ചർച്ചുണ്ട്. ഇത് കണ്ട, ഇത് ഉണ്ടാക്കിയത് ഫാദർ ചാൾസ് 1904 അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അടിപൊളി ഒരു പള്ളിയല്ലേ. അപ്പോൾ ഈ ഗ്രാമത്തിലെ ഒരു ചർച്ചാണ് ഈ കാണുന്നത്. ഈ ചർച്ചിൻ്റെ സൈഡിൽ കൂടിയും പോകുന്നുണ്ട് കേട്ടോ. അതിനുള്ള സംഭവം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഒരു സെമിത്തേരിയാണ് കണ്ടോ. പക്ഷേ ഇത് 1940 40-ലൊക്കെ മരിച്ച ആൾക്കാരുടെ സെമിത്തേരിയാണ്. ഇവിടെ ഉള്ള മിക്ക ഫാമിലികളും കാത്തലിക്കാണ്. ഇവിടെ ആൾക്കാരെയൊക്കെ അടക്കുന്നത് ഈ ഒരു പള്ളിയുടെ പരിസരത്തും ഇവിടെ ഇപ്പോൾ അടക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? ഇപ്പോഴും ഉണ്ട്. കാരണം ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. സ്ഥലം ഇങ്ങോട്ടേലും മാറിയിട്ടുണ്ടോ? മാറിയായിരിക്കും അല്ലേ. ഇത് കണ്ടോ, വെറുതെ ഒരു കുഴി, അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പുക വരുന്നു. എന്താല്ലേ. ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഈ സെമിത്തേരി ഇല്ലേ, ഇവിടെ മുകളിലാണ് അടുക്കണേ അല്ലേ. ജിയോ തെർമൽ ആക്ടിവിറ്റി ഭൂമിക്കടിയിലുള്ളത് കൊണ്ട് ആരെയും കുഴിച്ചിട്ട് ഇടില്ല. ഗ്രൗണ്ടിന്റെ അബോവില് മാത്രം ഇവരെ മുകളിലാണ്. ഭൂമി കുഴിച്ചിട്ടല്ല. നമ്മൾ സാധാരണ കുഴിച്ചിട്ടാണല്ലോ ആൾക്കാരെ സംസ്കരിക്കുന്നത്. അങ്ങനെയല്ല. ഇതൊക്കെ 1942 കല്ലറകളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ആയിരിക്കും ആൾക്കാരെ അടക്കണം.
ഭൂമിക്ക് അടിയിലോട്ട് ഇടില്ല. നമ്മുടെ നാട്ടിലെ ഫാമിലി കല്ലറ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ചെയ്യുന്നുണ്ടോ? ഇവിടെയൊക്കെ ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ ഈ സെമിത്തേരികൾ. കണ്ടോ മലയുടെ മുകളിലോട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഗൈഡ് എന്തോ പറഞ്ഞല്ലോ ഈ സംഭവം. ഇവര് ഈ പണ്ടൊക്കെ ഈ വോറൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഇവർ തിരിച്ച് ഇവരുടെ ഗ്രാമത്തിലേക്ക് വരുമ്പം ഇത് കാണുമ്പോൾ അവർക്കൊരു എന്താ പറയുക, ഒരു ഗുഡ് ഫീലിംഗ് ആണ്. കാരണം ഇത് ഇവരുടെ ഒരു ഗാർഡിയൻ ആയിട്ടാണ് ഇവർ കാണുന്നത്. ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ഇവർ ബിലീവ് ചെയ്യണതാണത്. ഇനി നമ്മൾ എങ്ങോട്ടാണ് വന്നേക്കണെന്ന് അറിയാമോ? നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഹൈറ്റിൽ വെള്ളം ചാടുന്നത്? അവിടെയാണ് മോനെ. അവിടെ അല്ലേ? അതിൻ്റെ ഏറ്റവും ഇവിടെ നിന്ന് കാണാട്ടാ, അത് തന്നെ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് A പോയിന്റ് B C Dയും കൂടി ഉണ്ട്. അതായത് A പോയിന്റിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 20 തവണ ഒരു ദിവസം 30 മീറ്റർ ഹൈറ്റിൽ പൊന്തും. പിന്നെ B പോയിന്റിൽ നിന്നാണ് ഇപ്പോൾ പൊന്തിക്കൊണ്ടിരിക്കുന്നത്. C പോയിന്റിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് വരും. അതുപോലെ D എന്ന് പറയുന്നത് ഈ കാണുന്ന പൂളാണ്. ഇവിടുത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ 18 മുതൽ 24 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ ഇറങ്ങാം. അപ്പോൾ ഇവിടെയുള്ള വില്ലേജേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവിടെ ഇറങ്ങി കുളിക്കാറൊക്കെ ഉണ്ട്. ഇവിടെ അതിൻ്റെ പടം വെച്ചിട്ടുണ്ട്. ഇത് എന്താ സംഭവം കണ്ട, ആൾക്കാരുടെ സൈസ് നോക്കി നിങ്ങൾ. ഇത്രേ ഉള്ളൂ. ഇതാണ് A പോയിന്റ് എന്ന് പറഞ്ഞത്. ഇത്രയും ഹൈറ്റ് 30 മീറ്റർ ഹൈറ്റിൽ വരും. ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് 7 മീറ്ററാണ്. അല്ല, ഇത് 15 മീറ്റർ. ആൾക്കാരുടെ സൈസ് നോക്കൂ, കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഹൈറ്റിൻ്റെ വ്യത്യാസം. കണ്ട, അടിപൊളി. ഇതാണ് നേരത്തെ പറഞ്ഞ D പോയിന്റ്. ഇത് 3 മീറ്റർ ആഴമുണ്ട്. ബ്ലൂയിസ് എന്നാണ് എഴുതിയേക്കുന്നത് അല്ലേ? ബ്ലൂയിസ് അതിനെ പറയുന്നത്. ബ്ലൂ കളറാണ് തടാകത്തിന്. കണ്ട, അടിപൊളി. നമുക്കേ ഇതിലൊന്ന് ജസ്റ്റ് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നണം. അടുത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗൈഡ് ടൂർ ഇവിടെ വെച്ച് അവസാനിച്ചു. പുള്ളി രാട്ടയും പറഞ്ഞ് പോയി. നിർത്തിയല്ലേ? കറക്റ്റ് 1 മണിക്കൂറിൽ നിർത്തി. അപ്പോൾ നമുക്ക് നമ്മൾ $45 ന്യൂസിലാൻഡ് ഡോളർ, ഏകദേശം 2200 അത്ര വരും ഒരാൾക്ക്. ഒരു 1 മണിക്കൂറത്തെ പരിപാടി. ഇവിടെ ഗേറ്റ് അടച്ചിട്ടേക്കാണല്ലോ, നമുക്ക് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷെ അപ്പുറ സൈഡ് ആൾക്കാർ നിൽക്കുന്നത് നമ്മൾ കണ്ടല്ലോ. വേറെ വല്ല വഴി കൂടിയാണ് ഇനി വരുന്നതെന്ന് അറിയില്ല. ഇവിടെയും കാണുന്നത് സെമിത്തേരികളാണ്. ഇതൊക്കെ 1984 അടക്കം ചെയ്തത്. അവരുടെ പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലോട്ട് കുറേ ഉണ്ട് കേട്ടോ. കുടുംബക്കല്ലറയെന്ന് തോന്നുന്നു. കണ്ടോ, അതായത് ഈ 1964 ജനിച്ച ആള് 1984, അത് 20 വയസ്സുള്ളപ്പോൾ മരിച്ചു. അതിനുശേഷം ഈ പുള്ളിക്കാരൻ 1955 ജനിച്ചത്, 2017 അടക്കിയേക്കണം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എനിക്കൊന്നൊരു കുടുംബക്കല്ലറ പോലെയാണ്. കണ്ടോ, ഇവിടുത്തെ കല്ലറകളൊക്കെ മുകളിലോട്ട് കുന്നാണല്ലോ. ഇതാണ് എൻ്റെ പേര്. ഇതിൻ്റെ പേര് എപ്പോഴും വായിക്കാം. ഇതെന്താണ്? ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വേറെ W പറയില്ല, WH എന്നാണ്. എന്നല്ല പറയണേ. അതാണ് എഴുതിയത്. ഫക്കറി വാ റിവ സിമെറ്റേരി. അതാണ് ഇപ്പം കണ്ടത്. ഇവിടെ ഒരു സൂനിയർ ഷോപ്പ് ഉണ്ട്. കുറേ സാധനങ്ങളൊക്കെ നമുക്ക് കാണാം. വേണ്ട, ഇവരുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ മേടിച്ചിട്ട് വീട്ടിൽ പോകാം. $40 നല്ല റേറ്റ് ഉണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ തെർമൽ മഡ് ബോഡി സ്ക്രബ്. ഇവിടുത്തെ മണ്ണിൻ്റെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ. സോപ്പ് ഉണ്ട്, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ ഇതുണ്ട്, ഇവരുടെ ട്രൈബായിട്ട് ബന്ധപ്പെട്ട കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടു. ഇതുണ്ടോ, ഇത് പക്ഷേ അത്യാവശ്യം വിലയുണ്ട്, $66. പക്ഷേ ഞാൻ വില നോക്കുന്നില്ല. ഞാൻ ഈജിപ്ത് പോയപ്പോൾ ഇതേപോലത്തെ ഒരു സംഭവം വേണമെന്ന് വിചാരിച്ചിട്ട് മിസ്സായി പോയതാണ്. അത് എനിക്ക് വീട്ടിൽ വന്നിട്ട് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊരെണ്ണം മേടിക്കാൻ പോവാം, ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. കാരണം ഇനി എല്ലാ രാജ്യത്ത് പോയാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കാനുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ നിന്ന് എടുക്കുകയാണ്. ഇവിടെ കുറേ പടങ്ങളൊക്കെ ഉണ്ട്, അതായത് ഇവരുടെ ട്രൈബിൻ്റെ ഒക്കെ. ഇതുണ്ടോ, നൈസല്ലേ? ഇതിനൊന്നും അതിന് റേറ്റ് ഇല്ല. ഇതൊക്കെ $3. വലിയ പടമൊക്കെ ആണെങ്കിൽ $4. പോസ്റ്റ് കാർഡാണോ? ഇത് പോസ്റ്റ് കാർഡാണല്ലേ? അത് കൊള്ളാം. ഇത് കണ്ടോ, ഇത് മുന്തിരിയാ. ഓ, മുന്തിരി ഉണ്ടായി വരുന്നുണ്ട്. നൈസ്. ഉണ്ടായി വരുന്നുണ്ട്, കുഞ്ഞിത്. കൊള്ളടാ. ഇവിടെ ഞാൻ നോക്കുമ്പോൾ രാഹുലിന് എഴുതി വെച്ചാൽ പോലെ. ഇതുണ്ടോ, രാഹുലിനല്ലെന്നുള്ളേ, അയ്യായിരിക്കും അത് ലാസ്റ്റ്. രാഹുയ അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ. ഞാൻ ആദ്യം വെച്ച് രാഹുല. ഏത് രാഹുൽ? ബായ്. ഒരു ടാറ്റയും പറഞ്ഞു നമ്മളിതാ അടുത്തൊരു സ്ഥലം ലക്ഷ്യമാക്കി പോകുന്നു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൗപ്പോ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്.
അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ഒരു ലേക്കൊക്കെ ഉണ്ട് കാണാനായിട്ട്, നല്ല രസമാണ്. അപ്പോൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല നീലാകാശവും കുറേ മേഘങ്ങളും പച്ചപ്പും കുന്നുകളും മലകളും കുറേ ആടുകളും പശുക്കൾ, അങ്ങനെ അടിപൊളി കാഴ്ചകളെ കണ്ടാണ് ആക്ച്വലി നമ്മൾ പോകുന്നത്. പോകുന്ന വഴി നോക്കുമ്പോൾ ഒരു ഇതെന്താ സാധനമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് എനിക്കിവിടെ കറണ്ട് ഉണ്ടാക്കണതാണോ? അതായത് കറണ്ട് ഉണ്ടാക്കണതാണ് ആ സംഭവം. എന്തോ ഒരു പവർ പ്ലാന്റ് ആണെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് തെർമൽ പവർ പ്ലാന്റ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ദൂരെ കാണാം. അതിൽ നിന്ന് വരുന്ന പുക ശരിക്കും മേഘങ്ങളിൽ പോയി ചേരുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യണം. അതുപോലെ ഇരിക്കണം കേട്ടോ, നല്ല രസമല്ലേ. നമ്മുടെ ഷെലിൻ ചേട്ടൻ രാവിലെ ഉണ്ടല്ലേ, പുള്ളി തന്നുവിട്ടതാണ്, പുള്ളി വൈഫും കൂടി. താങ്ക് യു. ഇത് ഉച്ചക്കത്തെ ഫുഡ് ഇടാം. ഇതാണ് ഹെലികോപ്റ്റർ. ഒറിജിനൽ ഹെലികോപ്റ്റർ ആയിരുന്നാ? ഇതുണ്ടാക്കി വെച്ചാന്ന് തോന്നുന്നു. ഇത് ഒറിജിനല്. ഇത് ഒറിജിനലാണ്. പെയിന്റ് ഒക്കെ അടിച്ചിട്ടേക്കാണ്, പക്ഷെ ഒറിജിനൽ അപ്പുറത്ത് പറക്കുന്നുണ്ട്. സൗണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഹുക്ക ഫോൾസിലെത്തി. ഹുക്ക ഫോൾസ്. ഓ ദേടാ, ഇവിടെ ഹെലികോപ്റ്റർ പരിപാടി ഉണ്ട്. ഫോൾസിന്റെ അതിലേ പോവാണ്. $100. ഇവിടെ വല്ലതും കാണൂ എന്ന് നോക്കട്ടെ. ഇവിടെ ഒന്നും ഡ്രോൺ നിർത്താൻ പാടില്ല എന്ന് എഴുതി സിമ്പിൾ വെച്ചിട്ടുണ്ട്. കണ്ടാ, ആളെ ഇവിടുന്ന് കാണാം. പക്ഷെ വാട്ടർഫോള്, ഓ ഇതാണ് സംഭവം. എന്ത് കളറാണ്, പച്ച കളറാ. പക്ഷെ ഇതല്ല, അപ്പുറത്ത് കൂടി തന്നെ ഒന്നും ഉണ്ടാ, അതിലേണെന്ന് തോന്നുന്നു. പോയി നോക്കാം. ഇവിടെ താഴത്തു കൂടി ഇറങ്ങാനുള്ളൊരു ഭാഗമുണ്ട്. പക്ഷെ അയ്യോ കുഴിയിൽ വിട്. അതെ, ഇവിടെ അല്ലാന്ന് തോന്നുന്നു. ഇവിടെ വ്യൂ ഉണ്ട്, പക്ഷെ അപ്പുറത്താ. ഇവിടെ നല്ല തിരക്കാണ്ട, വണ്ടികൾ ക്യൂ നിൽക്കുകയാണ്. നമ്മളൊരു 10 മിനിറ്റ് നിന്നിട്ടാണ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയത്. അവിടെ വണ്ടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് നടക്കാം, ആ ഭാഗത്തോട്ട് നടക്കണം. ഇതുണ്ട, ഡ്രോണൊന്നും പാടില്ല, പട്ടീനെയും കൊണ്ട് വരരുത്. എനിക്ക് തോന്നുന്നേ ഹെലികോപ്റ്റർ പറക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഡ്രോണ് പാടില്ല എന്ന് പറയുന്നത്. പട്ടീനെയും കൊണ്ട് വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ പട്ടീനെയും കൊണ്ട് ആൾക്കാർ വരുന്നുണ്ടല്ലോ, നോക്കാം. സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്യണം എന്നൊക്കെ. കാർ പാർക്ക് ഗേറ്റ് ഇവിടെ 5:30 ക്ലോസ് ചെയ്യേ. പക്ഷെ എൻ്റെ മോനെ ഇത് ഹെവിയാണല്ലോ. ഇവിടെ വാട്ടർഫോൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് മുകളിൽ നിന്ന് താഴത്തോട്ട് വരുന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ. ഇവിടെ ഒഴുകിപ്പോകുന്ന രീതിയിലുള്ളൊരു വാട്ടർഫോളാണ്. പക്ഷെ നല്ല രസമുണ്ട്. എന്ത് ഫോഴ്സാന്ന് നോക്കിയേ. അമ്പോ, ഇതിൻ്റെ കളറ് കണ്ടോ നിങ്ങൾ? നല്ല രസമുള്ള സ്വിമ്മിംഗ് പൂളിൻ്റെ കളറ്. പച്ച കളറ് വെള്ളം പതഞ്ഞൊഴുകി പൊക്കോണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ അടിപൊളി. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടാ. കുറേ ഇന്ത്യക്കാരൊക്കെ കണ്ടു. ഇന്ത്യക്കാർ നേരത്തെ പട്ടേനെയും കൊണ്ട് പോകണ കണ്ടു. ഇത് കണ്ടാ, ഒഴുകി പോകണമൊക്കെ അടിപൊളിയായിട്ട്. ഈ സൈഡിലെ കാഴ്ച ഇതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാണ്ട്, നമുക്കൊന്ന് പോയി നോക്കട്ടൊക്കെ വരാട്ടാ. അപ്പോൾ നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഭാഗമാണ് കേട്ടോ. ഹുക്ക ട്രെയിൽ എന്നാണ് ഇതിനെ ആക്ച്വലി പറയുന്നത്. യു ആർ ഹിയർ എന്ന് എഴുതി കണ്ട. നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ്, പക്ഷെ അതിൻ്റെ നീളം നോക്കി നിങ്ങൾ എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന്. എൻ്റെ വല്ല ചെറിയ സംഭവം അല്ല കേട്ടാ, വലിയ നീളത്തിൽ ഒഴുകുന്നതാണ്. നമ്മളങ്ങനെ വാട്ടർഫോളൊക്കെ കണ്ട് നമ്മൾ തൗപ്പ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മഞ്ഞുമല ദൂരെ എന്തുകൊണ്ട് തരനാക്കി. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് മഞ്ഞുമല കാണുന്നത്. നമ്മൾ വിൻ്ററിലൊക്കെ വന്നാൽ ഫുള്ള് മഞ്ഞ് തന്നെ ഇരിക്കും. പക്ഷേ ഇത് സമ്മറിലാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മഞ്ഞുമലകൾ ഇത്തിരി കുറവുണ്ട്. എനിക്കിവിടെ സൗത്ത് ഐലൻഡിലോട്ട് പോകുമ്പോൾ കുറേ ഉണ്ടാവും അല്ലേ, ഫുള്ള് മലയായിരിക്കും, മഞ്ഞുമലയായിരിക്കും. അതുപോലെ സൗത്ത് ഐലൻഡിൽ ഇപ്പോൾ ഇത്തിരി തണുപ്പ് കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം. നമുക്ക് 4.5 മണിക്കൂറുണ്ട് ഇനി യാത്ര ചെയ്യാനുണ്ട് വെല്ലിംഗ്ടണിലോട്ട്. അതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട്. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. എവിടെയാണെന്നറിയാമോ? എന്താ, നമ്മളൊരു ലേക്കിൻ്റെ അടുത്തേക്ക് വന്നേക്കാണത്. ഒരു ഉണ്ട ലേക്ക്. എനിക്കിവിടെ ഇതും ഉൽക്കവീണുണ്ടായതാണോ എന്ന് അറിഞ്ഞൂടാ. ഏതാണ് ലേക്ക് എന്നറിയാമോ? തൗപ്പോ ലേക്ക്. കേട്ടാ, അടിപൊളി. ഇവിടെയൊക്കെ കരിമണലാണ്. ഇതുണ്ടാ, മണലൊക്കെ കറുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വോൾക്കാനിക്കായിട്ട് ബന്ധപ്പെട്ട എന്തോ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന സ്ഥലം തന്നെ ആയിരിക്കണം. അപ്പോൾ ഇതാണ് തൗപ്പോ ലേക്ക്. അടിപൊളി കേട്ടോ. അപ്പുറം സൈഡൊക്കെ നോക്കിയ മലകൾ,
പക്ഷെ എന്ത് രസമാണ്. അവിടെ വല്ല മഴയുണ്ടോ? ആ കാണുന്നത് മഴയാണെന്ന് ഡൗട്ട് ഉണ്ട്. മഴ പൊടിയുന്നുണ്ടായിരുന്നു. ഇവിടെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഫുള്ള് ക്ലൗഡി ആയി. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഫുള്ള് മേഘങ്ങളും നീലാകാശവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് ക്ലൗഡി ആയിട്ട് വന്നിട്ടുണ്ട്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളെ ആക്ച്വലി ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ കൂടിയാണ്. ഇവിടുത്തെ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഈ കാണുന്നതാണ്. ഇത് ഇതാ കാടാണെന്ന് തോന്നുന്നില്ല, നല്ല ഭംഗിയുള്ള മരങ്ങളൊക്കെയാണ് നിൽക്കുന്നത്. ഇത് തൗപ്പോ ലേക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് മുമ്പിൽ കാണണമെങ്കിൽ അത് തൗപ്പോ ലേക്ക് തന്നെയല്ലേ? ഓ, നമ്മൾ ആദ്യം ഒന്ന് കണ്ടു, അതൊന്ന് ചുറ്റിക്കറങ്ങി വീണ്ടും കാണുകയാണ്. നല്ല വ്യൂ. നമ്മളെ വെല്ലിംഗ്ടണിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. തൗപ്പേന്ന് ഏകദേശം 4 മണിക്കൂറോളം ഉണ്ട്. 4 മണിക്കൂർ എടുക്കും. ഇനിയിപ്പോൾ 3.5 മണിക്കൂർ കൂടെ ഉണ്ട്. നമ്മൾ ഓൺ ദ വേ ആണ്. പോകുന്ന വഴിയിൽ മഴ പൊടിയുന്നുണ്ട്. ദൂരെ നോക്കുമ്പോൾ മഞ്ഞ് മലയൊക്കെ കാണുന്നുണ്ട്. എനിക്കിവിടെ തണുപ്പ് കൂടി വരുന്നുണ്ടോ എന്ന് സംശയം. അപ്പോൾ നമ്മൾ ഏകദേശം എത്തുമ്പോൾ 7 മണി അങ്ങോട്ടാവും എന്നൊക്കെയാണ്. നമ്മൾ ഹോട്ടൽ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ വൈകുന്നേരം 7 മണിയാവും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കണെ കുറിച്ച് ആലോചിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ കാര്യമായിട്ടൊന്നുമില്ല. മഴ തുടങ്ങി കേട്ടോ. അതുപോലെ വഴിയിൽ ഐസ് ഉണ്ടാവും എന്നുകൊണ്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണ് സംഭവിക്കാൻ പോണേ നോക്കാം. ഇനി 3.5 മണിക്കൂറുണ്ട് വെല്ലിംഗ്ടൺ. എന്താ പൊന്നു, ഇനി നോക്കിയേ, ഒരു രക്ഷയില്ല. മഞ്ഞുമല, ഇവിടെ മഞ്ഞുമല, അടിപൊളി റോഡ്. വല്ലപ്പോഴൊക്കെയാണ് വണ്ടികളുണ്ട്. വണ്ടികൾ വളരെ കുറവാണ്. നല്ല സുഖമായിട്ട് ഓടിച്ചു പോവാം. ഇത് സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട് പോണ്. അടിപൊളി കേട്ടാ. ഇവിടെ വെയിൽ, അതിൻ്റെ മുകളിലൊക്കെ നൈസ്, രക്ഷയില്ല. നമ്മളിപ്പോൾ വന്ന വഴി ആക്ച്വലി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഹെയർ പിന്ന് പോലെയൊക്കെ, വലിയ ഹെയർ പിന്നല്ല, പക്ഷേ വളവും തിരുവൂരും മലയുടെ മുകളിലോട്ടാണ് വന്നേക്കണത് ആക്ച്വലി. ഇതുവഴിയാണ് നമ്മൾ വെല്ലിംഗ്ടൺ പോണത്. അടിപൊളി, രക്ഷയില്ല. നല്ല കാറ്റ്, തണുത്ത കാറ്റാ. പക്ഷെ ഇപ്പൊ നല്ല അടിപൊളി തണുപ്പാണ്. ഇതേ സൗത്തിലോട്ട് പോകുന്നതോറും തണുപ്പ് കയറി കയറി വരുന്നുണ്ട്. നൈസായിട്ട് ജാക്കറ്റൊക്കെ എടുക്കാറായി പോകുന്നുണ്ടോ? പക്ഷെ എന്റെ വന്നത് ആ കണ്ടിട്ട് അങ്ങനെ പോകുന്നത്. പക്ഷേ മുകളില് മേഘം വന്ന് മൂടിക്കണോണ്ടേ മനസ്സിലാവണില്ല. എനിക്ക് തോന്നിയല്ലോ ഇപ്പൊ മറ്റേ അഗ്നിപർവ്വതം പോലെ വല്ല സംഭവം ആയിരിക്കണം. ഇത്ര നേരം മരുഭൂമി കൂടിയായിരുന്നു കേട്ടോ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ. ഇപ്പോൾ ഒരു ടൗൺ എത്തി. ഇവിടെ പെട്രോൾ പമ്പ്, സബ്വേ, അങ്ങനെ കുറേ ഫുഡും അതുപോലെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. നൈസായിട്ട് എന്തെങ്കിലും കഴിക്കണം. വിശന്നിട്ട് പാടില്ല. സമയം 4 മണി. ഓ, ഇവിടെ നല്ല തണുപ്പാണ്. കഫേ എക്സ്പ്രസ്, ഇറ്റാലിയൻ ഫുഡ് എന്തൊക്കെയോ ഉണ്ട്, പോയി നോക്കാം. ഇവിടെ കുറേ സാൻഡ്വിച്ച്, ബർഗർ, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോണുണ്ട്. എന്താ ഫിഷ് ആൻഡ് ചിപ്സ് എടുത്തോ? എന്താന്ന് അറിയില്ല, എടുത്തോ. ട്രൈ ചെയ്ത് നോക്കാം. അയ്യോ, തണുത്ത കാറ്റടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. കയറിക്കോ, തുറന്നിട്ടുണ്ട്. നമ്മളെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു, ടേക്ക് അവേ എടുത്തു. ചെറിയ ഐറ്റംസ്. ഈ വെല്ലിംഗ്ടണിൽ മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. ചോറ് വല്ലതും കിട്ടാമോ നോക്കാം. അതിനകത്തിരിക്കല്ലേ. നമ്മൾ ന്യൂസിലാൻഡിൽ വന്നു കഴിഞ്ഞാൽ കഴിക്കേണ്ട വൺ ഓഫ് ദ ഐറ്റം ആണ് ഫിഷ് ആൻഡ് ചിപ്സ്. ഷെറിന് ഫിഷ് ആൻഡ് ചിപ്സ് മേടിച്ചിട്ടുണ്ട് നമ്മൾ. ഇവിടെ തുറക്കുക എന്നുള്ളതാണ് ഒരു ടാസ്ക്. ഓക്കെ, സോ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തുറക്കുന്നു, ഇവിടെ ഇങ്ങനെ തുറക്കുന്നു. ഇതാണോ ഫിഷ്? അല്ല, ഇത് ചിപ്സ്. അത് ചിപ്സ്. ഇവിടെ ഫ്രഞ്ച് ഫ്രൈസിന് ചിപ്സ് എന്ന് പറയണത്. ഫിഷ് ഇതാണ്ടോ? ഫിഷ് ഇത് കൊള്ളാം, കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു. ഓ, നൈസ്. നമ്മളെ ഇങ്ങനത്തെ ഈ ഔട്ട്സ്കേർട്സിലുള്ള വില്ലേജസിലൊക്കെ പോയി കഴിക്കുമ്പം പ്രോപ്പർ ഇവിടുത്തെ ന്യൂസിലാൻഡ് കിവീസ് കുക്ക് ചെയ്യണം
ഓത്തൻറ്റിക് സാധനം കിട്ടും നമുക്ക്. അപ്പം അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ നിർത്തിയത്. അവിടെ കുറച്ച് ഗ്യാങ്സ്റ്റേഴ്സ് ഇരിപ്പുണ്ടായിരുന്നുള്ളേ. ഇവിടെ വേറെ സംഭവം കേട്ടോ, ന്യൂസിലാൻഡിന്റെ കാണാക്കച്ചകൾ അല്ലെങ്കിൽ വേറെ സൈഡ് ഗ്യാങ്സ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ തന്നെ ഒരു ആർമി മ്യൂസിയം ഉണ്ട്. നാഷണൽ ആർമി മ്യൂസിയം ആണ് ഈ കാണുന്നത് കണ്ടാ. പക്ഷെ ഒരു കുഴപ്പമുള്ളത് 4 മണിക്ക് ഇത് അടച്ചുപോയി. അത് കാരണം കയറി കാണാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ പുറത്തൊക്കെ നോക്കുമ്പോൾ ആർമിയുടെ ടാങ്ക് ഒക്കെ കാണാം. ഇവിടെ കിടക്കുന്നത് ബ്രിട്ടീഷുകാർ 1969 ഉണ്ടാക്കിയ ഒരു ടാങ്കാണ്. ദ സ്കോർപിയൻ CVR എന്നാണ് ഇതിന്റെ പേര്. 3 പേർക്ക് ഇതിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റും. 80 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റുന്ന ഈ ഒരു ടാങ്കിന് 7.8 ടണ്ണ് ഭാരമുണ്ട്. ഇത് ആർമഡ് പേഴ്സണൽ കരിയർ എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്. M113 എന്ന് പറയുന്ന ഒരു ആർമഡ് ഫൈറ്റിംഗ് വെഹിക്കിൾ. ഇതിനകത്ത് 2 ക്രൂ മെമ്പേഴ്സിനും 10 ലൈറ്റ്ലി എക്യുപ്ഡ് പാസഞ്ചേഴ്സിനും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ കാണുന്നത്. കണ്ടാ, ഇതൊക്കെ 1970 കാലഘട്ടത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ വാറിൽ. അപ്പോൾ ആർമി മ്യൂസിയത്തിലേക്ക് കയറാനുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. രാവിലെ 9 മണി മുതൽ 4:30 വരെയാണ് ഇതിൻ്റെ എൻട്രി ടൈം. പക്ഷെ ഇപ്പോൾ സമയം 5 മണി ആയതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ല. ഇവിടെ കുറേ പീരങ്കികളൊക്കെ കാണാം. അപ്പുറത്തും ഉണ്ട്. പണ്ടെങ്ങാനും ഉപയോഗിച്ചതായിരിക്കണം. ഇതിനകത്ത് ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടില്ല. ഇവിടെ വലിയൊരു ടാങ്ക് വേറെ ഒരെണ്ണം കിടക്കുന്നുണ്ട്, പോയി നോക്കാം. അപ്പോൾ ഈ കിടക്കുന്ന ടാങ്ക് മെയിൻ ബാറ്റിൽ ടാങ്കാണ്. A41 എന്ന് പറയുന്ന ഒരു ടാങ്കാണ്. ഇതിന് 48.7 ടണ്ണ് ഭാരമുണ്ട്. അതായത് ഏകദേശം 48,770 കിലോ വെയിറ്റ് ഉള്ള ഈ ഒരു ടാങ്ക് 34 കിലോമീറ്റർ സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. പ്രധാനമായിട്ടും 4 ക്രൂ മെമ്പേഴ്സിനാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാണ്ട് സാധിക്കുക. അതിലൊന്ന് കമാൻഡർ, പിന്നെ ലോഡർ, ഗണ്ണർ, പിന്നെ ഡ്രൈവർ. അങ്ങനെ 4 പേർക്ക് ഇരിക്കാണ്ട് സാധിക്കും. ഈ ഒരു ടാങ്ക് വിയറ്റ്നാം വാറിലും അതുപോലെ തന്നെ കൊറിയൻ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അത് ബ്രിട്ടീഷുകാരുടെ ഭാഗമായിട്ടും ഓസ്ട്രേലിയയുടെ ഭാഗമായിട്ടൊക്കെ ഈ ഒരു ടാങ്ക് ആ ഒരു യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ടാങ്ക് ഉണ്ടാക്കിയത്, ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഗ്രേറ്റ് ബ്രിട്ടൻ ആണ്. എനിക്ക് പുറകിലായിട്ട് കാണുന്ന ഒരു ഭാഗം കണ്ട, അത് കാറ് ചാർജ് ചെയ്യാനുള്ള സംവിധാനമാണ്. അതായത് ഇലക്ട്രിക് കാർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ കണ്ട. അതിനുള്ളൊരു സ്റ്റേഷനും കൂടിയാണ്. ഇനി ഏകദേശം 1 മണിക്കൂറും 50 മിനിറ്റും ഇനിയുണ്ട് ഓടിക്കാനായിട്ട്. എൻ്റെ അമ്മ, നല്ല ലോങ് ഓട്ടമാണ്. BP പെട്രോൾ അടിക്കാൻ കയറിയേക്കാണ്. പെട്രോൾ അടിക്കുന്നു, കുടിക്കുന്നു, ഓടിക്കുന്നു. ഇവിടെ എത്ര റേറ്റ്? ഇവിടെ ഇത്ര റേറ്റ് കുറവുണ്ട്. ഇവിടെ പല സ്ഥലത്തും പല റേറ്റാണ്. ഇവിടെ 2.89, ചില സ്ഥലത്ത് 2.330. എത്രയാണ് കണക്ക്? 2.3 അല്ല, 2.89 $3 മേലെയൊക്കെ ചില സ്ഥലത്തുണ്ട്. ഓ, അത്രയും ഹെവി വ്യത്യാസമൊക്കെ വരും. അപ്പൊ നമ്മൾ പെട്രോൾ അടിച്ചു. പമ്പിന്റെ കമ്പനി അനുസരിച്ച് വ്യത്യാസം വരും അല്ലേ? ഡിഫറൻസ് ഉണ്ട്. ഇപ്പം സെയിം സ്ഥലത്ത് തന്നെ പല റേറ്റ് ആണ്. പിന്നെ നേരെ അവിടെ പോയിട്ട് BP കണക്ട് ചെയ്യണം. അവിടെ പോയി നമ്മൾ പൈസ കൊടുക്കണം. നമ്മൾ റോട്ടറുവെന്ന് വെല്ലിംഗ്ടണിലോട്ടാണല്ലോ ഇപ്പോൾ പോകുന്നത്. ഏകദേശം 450 കിലോമീറ്റർ ഉണ്ട് കേട്ടോ യാത്ര ചെയ്യാനായിട്ട്. പക്ഷെ നമുക്ക് 6 മണിക്കൂർ കണ്ടിന്യൂസ് യാത്ര ചെയ്താൽ വെല്ലിംഗ്ടണിൽ എത്താം. ഈ വെല്ലിംഗ്ടണിലാണ് ന്യൂസിലാൻഡിൻ്റെ ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ പോകുന്നത് ഈ പാൽമർസ്റ്റൺ നോർത്ത് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ എത്തുമ്പോൾ കുറച്ച് വൈകും. സിറ്റിയിൽ തന്നെയാണ് ബുക്ക് ചെയ്തേക്കണം. അപ്പോൾ മാപ്പിൽ കാണിക്കുന്നത് ഏകദേശം 8 മണിയോട് കൂടി നമ്മൾ വെല്ലിംഗ്ടൺ എത്തുന്നതാണ്, രാത്രി 8 മണി. പക്ഷേ റിസപ്ഷൻ 9 മണി വരെ ഉള്ളൂ. പല ഹോട്ടലുകളും ഈ 9 മണിയൊക്കെ ആകുമ്പോഴേക്കും റിസപ്ഷനൊക്കെ ക്ലോസ് ചെയ്യും. അങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് വിളിച്ച് പറഞ്ഞു. ഓൾറെഡി ഹോട്ടലിലോട്ട് വിളിച്ച് പറഞ്ഞു നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട്, നമ്മൾ ഏകദേശം 8 മണിയാകുമ്പോഴേക്കും എത്തും. അപ്പോൾ ഹോട്ടലുകാർ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇനി എങ്ങും നിർത്താനായിട്ട് നമ്മൾ പ്ലാനില്ല. നേരെ വെല്ലിംഗ്ടൺ വിടാനാണ് നമ്മുടെ പരിപാടി. അങ്ങനെ നമ്മൾ കുറേ യാത്ര ചെയ്ത ശേഷം ഏകദേശം വെല്ലിംഗ്ടൺ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇരുട്ടി തുടങ്ങി. ഈ വെല്ലിംഗ്ടണ് നല്ല കാറ്റുള്ള സിറ്റിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. ആൾക്കാർ വരെ പറന്നു പോകുന്ന കാറ്റ് വരും എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഈ നോർത്ത് ഭാഗത്തേക്കാളും കുറച്ചും കൂടി തണുപ്പ് കൂടുതലുണ്ട് കേട്ടോ ഈ സൈഡിലൊക്കെ. നമ്മൾ സൗത്തിലോട്ട് പോകുന്തോറും തണുപ്പ് കൂടിയാണ് വരുന്നത്. നമ്മൾ നേരെ ഹോട്ടലിൽ ചെന്നു, ചെക്ക് ഇൻ ചെയ്തു. എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ കുറെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ അത്ര നല്ല അഭിപ്രായം ആരും പറയുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പം ഞാൻ പോർക്കിന്റെ ഒരു സ്ലൈസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് മേടിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ അജിം മേടിച്ചത് താറാവാണ് കേട്ടോ. ചൈനീസ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ നല്ല ആക്റ്റീവാണ്. അതായത് ഓക്ലൻഡിനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇവിടെ കുറച്ചും കൂടി ആൾക്കാർ സജീവമാണെന്ന് തോന്നി. ഇവിടെ ബാറുകളും അതിലെ പബ്ബുകളും പിന്നെ വഴിയിലൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. പൊതുവേ ഇവിടുത്തെ ആൾക്കാരൊക്കെ 5 മണിയാകുമ്പോഴേക്കും വീട്ടിൽ കയറും. പുറത്തൊന്നും അധികം പേരെ കാണില്ല. അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.